ചക്രവർത്തി, നിനക്ക് അറിയത്തില്ല? കിങ്, അദ്ദേഹത്തിന്റെ വൈഫിന് വേണ്ടിയാണ് എന്തുവാ വല്ല കൊട്ടാരം പോലെ ഉണ്ടാക്കി വെച്ച് എല്ലാവർക്കും താജ്മഹലാണ് നിൽക്കുന്നത് കേട്ടോ. അതായത് വേൾഡ് വണ്ടേഴ്സ് അല്ലേ, 7 അത്ഭുതങ്ങൾ ഒരത്ഭുതം. അത് നമ്മളും വന്നിട്ടുണ്ട്. അപ്പോൾ താജ്മഹലിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെ നിൽക്കുകയാണ് ഞങ്ങൾ. ഹായ് കുട്ടി, പറ, ഹൗ ഡു യു ഫീൽ നൗ? ഒന്നും ചോദിക്കുന്നില്ലേ? ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരെല്ലാവരും ഓടി ഓടി വരുന്നറിയാവോ? ഇതിൻ്റെ എത്ര പീപ്പിൾസ് അവിടെ വന്നിരിക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇതിൻ്റെ ഇത് എന്താ പറയുന്നറിയാവോ? ഇത് അയ്യോ, എന്ത് പറയണ്ടേന്ന് അറിയത്തില്ല. നല്ല എന്താ പറയണ്ട, ഭയങ്കര രസമാണ്. അയ്യോ അയ്യോ, വല്ലാത്ത ഫീലാ. നോ വേർഡ്സ്. രാവിലെ നല്ല തണുപ്പുണ്ടല്ലോ എന്നോട്ടാ. നല്ല സ്ഥലം ഇത് തന്നെയായിരിക്കും അല്ലേ മെനുവായിട്ടിന്? എനിക്കിതുപോലൊരു ഇതുപോലെ എന്തോ ചെയ്തു തരാൻ അല്ല, അങ്ങനല്ല ഞാൻ ചോദിച്ചത്. ഞാനും ഇതുപോലെ ആയില്ല. ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എനിക്കിതുപോലെ വിലമതിക്കാനാത്തൊരു മഹലുണ്ടാക്കും. ഇത് മുംതാസിന് വേണ്ടിയിട്ട് ഷാജഹാൻ ഉണ്ടാക്കിയ എന്തോ കൊട്ടാരം അല്ല, എന്തോ പറയേണ്ടത്, മഹലാണ്, മഹൽ. സോ എല്ലാ മനുഷ്യരും എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അവരവരുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട്? കയ്യിരുന്ന പൈസ എല്ലാം ഇങ്ങനെയുള്ള ഇതിനു വേണ്ടിട്ട് ചെയ്ത് കളഞ്ഞു. അവസാനം അവരുടെ മക്കളെല്ലാരും അടിച്ച് ഒതുക്കി എവിടെയെങ്കിലും ഇടുകയായിരുന്നു ചെയ്തു. ഹിസ്റ്ററി പറയുന്നു. ബട്ട് അന്ന് അയാൾ അങ്ങനെ കാണിച്ച ബുദ്ധിശൂന്യത കൊണ്ട് ഇന്ന് എത്രയോ ആൾക്കാരാണ് ഇതിന്റെ. മനസ്സിലായില്ലേ? മോനിക്ക രക്ഷിക്കട്ടെ, അവിടെ ഓടിപ്പോയിട്ട് ഒന്നുകൂടെ. അതെ, അല്ലല്ല, ഞങ്ങൾ ഇവിടെ ഒരുപാട് പ്രതീക്ഷിച്ചു. ഇവിടെ മലയാളികളെ കൊണ്ട് ഇവിടെ ഞങ്ങൾ വന്നപ്പോ തന്നെ ചായ കുടിക്കാനായിട്ട് ആള് വിളിച്ചത് മലയാളത്തിലാ. ആള് കണ്ടപ്പോ തന്നെ പറഞ്ഞു ചായ വേണോ ചേച്ചിന്ന്. അപ്പൊ അവർക്ക് അറിയാം ഒരുപാട് മലയാളികൾ വരുമെന്ന്. അങ്ങനെ കൊറേ മലയാളീസിനെ കണ്ടിട്ടുണ്ട്. അവിടെ നോക്ക്, എത്ര മനുഷ്യരാന്ന് നോക്കിക്കാ വന്നിട്ടുള്ളത്. ആലപ്പുഴ, നിങ്ങളോ? ഇവിടെ നമ്മൾ വന്നെടുത്ത് മൊത്തം മലയാളീസാണ്. എല്ലാവരും നമ്മൾ മലയാളികളാണോ എന്ന് ചോദിച്ചു വരികയാണ്. കണ്ടാലും തീരാത്ത സൗന്ദര്യമുള്ളൊരാളോ. ഷോപ്പ് ഇത് കാണുന്നേക്കാളും കൂടുതൽ എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തോട്ടിയോ ഈ കുട്ടി ഒരു എന്തോന്നില്ലാത്ത ഉഷാറില്ലാത്ത പോലെ ഉറക്കിച്ചൂടെ വേണം? ഉറക്ക കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെക്കാളും മുമ്പേ പോണമെന്ന് പറഞ്ഞു ഓടുവാണ് ഋഷിയും വിനോട്ടിനും. ഹലോ വിനോട്ടാ, ഞങ്ങളെക്കാളും മുമ്പേ പോകാൻ വേണ്ടിട്ട് ഓടുവാ. ഇത് എത്രാമത്തെ പ്രാവശ്യം നീ വന്ന? രണ്ടാമത്തെ പ്രാവശ്യം. 2 പ്രാവശ്യം വന്നിട്ട് എന്താ തോന്നുന്നത്? ഇങ്ങനെ വന്നിടം തൊട്ട് ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് ഫുള്ള്.
നഷ്ടപ്രണയത്തിന്റെ ഒരു അങ്ങനൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ആൾ അന്ന് തോന്നിയ ഒരു കാര്യം കൊണ്ട് ഒരുപാട് പേർക്ക് എന്തൊക്കെയോ അതായത് അവർക്ക് കാണണം, വരണം, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത്, സ്നേഹിക്കാനും ഒന്നിക്കാനും, അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരാളിങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. സ്നേഹത്തിന്റെ ആൾക്ക് എത്ര ഭാര്യമാരുണ്ടോ എത്രയെന്നൊന്നും അല്ല, ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭർത്താവിന് ഒരു ശവകുടീരം, അതായത് തൻ്റെ ഭാര്യ മരിച്ചിട്ട് ശേഷവും അവള് എന്നും ആൾക്കാരുടെ മുമ്പിൽ പ്രസന്റ് ആവണം എന്നുള്ള ഉദ്ദേശം ചുറ്റി. അതാണ് എനിക്ക് തോന്നിയത്. നമുക്കാർക്കും തോന്നില്ലല്ലോ. ആർക്കും തോന്നാത്ത കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോഴായിരിക്കത്തില്ലേ അയാൾ എല്ലാവരിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നത്. അയാളുടെ പേര് ഇനി എത്ര തലമുറകൾ നിന്നാലും അത്രയും കാണത്തില്ലേ. എത്ര ആൾക്കാർ എത്ര തന്നെ ഇപ്പം നമ്മളൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കാണത്തില്ലേ. അപ്പം അയാൾ ബ്രില്യൻ്റ് ആണ്. ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് അകത്തോട്ടുള്ള മ്യൂസിയം താജ്മഹലിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഡോറോ ചപ്പൽ നമ്മൾ ചെയ്തിട്ട് വേണം പോകേണ്ടത്. ഇതിന്റെ സ്റ്റോറി അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. കൈക്കുട്ടി എന്താ സ്റ്റോറി? കിങ് മുന്താസ് അദ്ദേഹത്തിന് ഭയങ്കര പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. അപ്പൊ അവരുടെ മരണാന്തരം, അതായത് ആഫ്റ്റർ ഡെത്ത്, അവരുടെ ഖബർ അടക്കിയ സ്ഥലമാണ്. മനസ്സിലായില്ലേ? അതാണിത്. എന്തുവാ? താജ്മഹൽ. നല്ല നല്ല എന്തോന്നുള്ള സമയത്താണ് വരുന്നതെങ്കിലുണ്ടല്ലോ, ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ഇത് അതുപോലെ വെസ്റ്റേൺ ഗേറ്റും ഈസ്റ്റേൺ ഗേറ്റ് 2 ഗേറ്റ് ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. റിവറിന്റെ പേരാണ് യമുന. പാട്ട് പാടിക്കേ. അത് തന്നെയാ. യമുനയാറ്റിലെ ഈറക്കാറ്റിലെ കണ്ണനുണ്ട് താന. ഓരോ നദികൾക്കും ഓരോ പേര് കൊടുക്കത്തില്ലേ നമ്മൾ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ഇപ്പൊ വൈകുന്റെ പേര് സ്പെഷ്യാലിറ്റി. ഈ നദി ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്പെഷ്യാലിറ്റി ഈ നദിയുടെ തീരത്ത്, അതായത് ഈ താജ്മഹൽ വന്നു. മനസ്സിലായല്ലേ? ആ യെസ് 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 അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളു. നദിയാണിത്. യമുനയുടെ തീരത്ത് നിന്നും താജ്മഹൽ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഗാൻ ഋഷി. ഇഷ്ടപ്പെട്ടോ ഋഷിക്കൂട്ടാ? ഋഷി എവിടെ നിൽക്കുന്നത്? ഞങ്ങളെല്ലാവരും ഷൂ ഒക്കെ കവർ ചെയ്തു, ചപ്പലൊക്കെ കവർ ചെയ്തു. ഇനിയിപ്പം അകത്തോട്ട് കയറുവാണ്. ഇതിൻ്റെ അകത്ത് എൻട്രി ഉണ്ട്. നമ്മുടെ എൻട്രൻസ് എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഇവിടെ ചാർജ് ഇല്ല കേട്ടോ. നമ്മൾ 250 റുപ്പീസിൻ്റെ
ചാർജ് ഇല്ല, ഞാൻ 11. അണ്ടർ 12 ചാർജ് ഇല്ല. വൈക 11 ആണ്. അതുകൊണ്ട് വൈക രക്ഷപ്പെട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. മുംതാസ് ബീഗത്തെ കാണാൻ പോവാണ്. അവര് ഭയങ്കര 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 ഭാഗ്യം ചെയ്ത സ്ത്രീയാണ്. എന്നാൽ കൂടി എനിക്ക് കുശുമ്പ് തോന്നുന്നുണ്ട് അവരോട്. അവരെ പോലൊരു സ്ത്രീയും അവരുടെ ഭർത്താവ് അല്ല, അവര് എവിടെയോ ഇരുന്ന് കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനത്തൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്. അവരുണ്ടാക്കി വെച്ച ഒരുപാട് ഓർമ്മകൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇവിടെ എല്ലാം അറബിക് ലെറ്റേഴ്സാ പൊന്ന. ആക്ച്വലി ഇവിടെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. കൈകുട്ടി കണ്ടോ? ആ ഇത് ഫുൾ മാർബിൾസ് ആണ്. അതായത് ജയ്പൂരിലെ മാർബിൾസ്. മക്കൾ നല്ല കൂളിംഗ് എഫക്റ്റ് ഒക്കെ അതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ അല്ലേ. ഒന്നുകൂടെ കൂവ്. ആ നമ്മുടെ സൗണ്ട് ഇങ്ങനെ പ്രതിധ്വനിക്കും. ഇതിൻ്റെ അകത്താണ് കേട്ടോ നമ്മുടെ മുംതാസ് ബീഗം ഉറങ്ങുന്നത്. ഇതിൻ്റെ അകത്ത് മുംതാസ് ബീഗത്തിനെ കണ്ടിട്ട് മുംതാസ് ബീഗത്തോട്ട് സംസാരിച്ചിട്ട് വൈകിട്ട് ഇറങ്ങി. ലെറ്റേഴ്സൊക്കെയാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഫുള്ളും. കാണാൻ വരുവാണെങ്കിൽ രാവിലെ വരണം കേട്ടോ. കാണാൻ പറ്റത്തില്ല. കിട്ടിയോ വീഡിയോ? കിട്ടിയോ? നിങ്ങൾ വീഡിയോ കിട്ടി. അമ്മ കയറിയില്ലേ? പുള്ളി കയറിയില്ലെന്ന് തോന്നട്ടോ. അമ്മച്ചി ആട്ടക്കോലത്തിലൊക്കെ നിൽക്കുന്നേ. ദീസ് ആർ ദ പീപ്പിൾസ് ഫ്രം ഫോറിനേഴ്സ്. എല്ലാവരും ഹായ്. നോ ഇവരെല്ലാവരും കണ്ട എന്തോരം ആൾക്കാരാന്ന് അറിയാവോ? ഫോറിനേഴ്സാന്ന് അറിയാവോ ഇവിടെ വരുന്നത്? അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ആഫ്രിക്ക. So all are coming from various all are coming from different countries. നമ്മൾക്കാർ ഇത്രേ ഉള്ളല്ലേ? വലിയ എന്തോന്നൊന്നുമില്ല. ഇന്ത്യക്കാർക്കാർക്കും വലിയ ഗുമ്മൊന്നും ഇല്ല. അല്ലെങ്കിൽ പക്ഷെ നമ്മളൊക്കെ ഉടുപ്പൊക്കെ നല്ല ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരണ്ടായിരുന്നു. ബട്ട് അവരങ്ങനല്ല. അവർ നമ്മുടെ കൾച്ചർ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അവർ നമ്മുടെ കൾച്ചർ നമുക്ക് പറഞ്ഞു തരുവാണ്. മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് നമ്മുടെ കൾച്ചർ അറിയത്തില്ല. സോ മമ്മ ഓൾസോ നോ. What is the culture of India? Amma knows where is the saree. താജിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഇത് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്. ഒരു വിലയില്ല. ജീൻസും ടോപ്പും വെസ്റ്റേൺ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് നടക്കുന്നു. ഞാൻ 1500 കൊടുത്ത് 1800 രൂപയുടെ ഡ്രസ്സായത്. അവർ നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല സൂപ്പറായിട്ട് വരുന്നു. അങ്ങനെ താജ്മഹലെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അല്ലേ വൈകുട്ടി? വൈകി എന്തേ? വെരീസ് വൈക പിച്ച് ഇതര താജ്മഹലെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും